Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്ന വെജിറ്റേറിയൻകാരോട് എനിക്ക് എപ്പോഴും എന്നോട് പിണക്കായിരിക്കും. പക്ഷേ എന്നാലും ഇപ്രാവശ്യം ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ കുറേ അമ്മമാരോട് ഒത്തിരി സ്നേഹം വരുന്നുണ്ട്. കാര്യം എന്നാന്നോ, അമ്മമാർ ബേസിക്കലി ചിക്കനും മീറ്റ് ആയിട്ടുള്ള ഒന്നും കഴിക്കുകയല്ല. അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു കറിയാണ്. മീൻ കറി വെച്ച് കൊടുത്താൽ ഒത്തിരി ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ വേറെ ഒരു കറി ഇല്ലെങ്കിലും ചോറുണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ അമ്മമാരിൽ പെടുന്നതാണ് എൻ്റെ അമ്മായിയമ്മയും. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നാന്ന് വെച്ചാൽ ഒരു മീൻകറി ഉണ്ടെങ്കിൽ അമ്മ ഹാപ്പിയായി. ഇതേപോലെ ഞാൻ പുറത്ത് പോകുമ്പോൾ തന്നെ ഒരുപാട് അമ്മമാർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, മോളെ മീൻകറി കാണാൻ ഭയങ്കര രസമുണ്ട്, മീൻകറി വെക്കോ പല വെറൈറ്റിയിൽ. അതായത് നമുക്ക് ബേസിക്കലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു തേങ്ങ അരച്ച കറിയോ അല്ലെങ്കിൽ വറുത്തരച്ച മീൻകറിയോ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ കൂടിപ്പോയാൽ വെക്കുന്നത്. എന്നാൽ ഒരു ഇച്ചിരി വ്യത്യാസം എന്നാൽ എളുപ്പ വഴിയൊക്കെ ഉള്ള ഒരു എളുപ്പ മീൻകറി വെച്ച് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എന്നാ ചെയ്യുന്നറിയോ, വലിയ മെനക്കേടില്ലാത്ത രീതിയിൽ അമ്മമാർക്ക് വെക്കാൻ പറ്റുന്ന കുറേ അച്ഛനും അമ്മമാരും ഉണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ. അന്നേരം എന്നാന്നറിയോ, അവർക്ക് ഒത്തിരി ജോലി കൊടുക്കുന്നത് തെറ്റാണ്. അപ്പോൾ എനിക്ക് എന്നാ ഭയങ്കര പ്രയാസം തോന്നി. എന്നാൽ ഒത്തിരി കറിയൊന്നും വേണ്ടതാനും ഒരു ഒഴിക്കാനും ഒരു മീൻകറിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ അമ്മമാരും അച്ഛനും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു മീൻകറി പറഞ്ഞു തരാം. അതായത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഒരു ഈസി ഫിഷ് കറി അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അത് ഈ പറഞ്ഞ കൂട്ടം നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി പലവ്യഞ്ജനാന്നേലും എന്നതാന്നേലും നമ്മുടെ വീട്ടിനകത്തുള്ളത്. അതായത് അമ്മമാരൊന്നും ഒത്തിരി കരുതുവല്ലോ, മക്കളൊന്നും ഇവിടെ ഇല്ലെന്നേ, അന്നേരം പിന്നെ ഞാൻ എന്നത്തിന് ഇതെല്ലാം മേടിച്ചു കൂട്ടുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം അത്യാവശ്യം അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചേച്ച് ചെയ്യാവുന്ന ഒരു മീൻകറിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ കുറച്ച് വെളിച്ചെണ്ണ അതിന് വേണ്ടിയാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് സവാള. സവാളയെക്കാട്ടിലും കുറച്ചും കൂടെ രുചി ചെറിയ ഉള്ളിയാ. അതില്ല മെനക്കെടാൻ മേലാന്നുണ്ടെങ്കിൽ സവാള എടുത്തു. കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, മീനിൻ്റെ മസാല പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരു കറി പൗഡർ കിട്ടും, അത് മേടിച്ചാൽ മതി. പിന്നെ ഇങ്ങനത്തെ കറി പൗഡർ ഒന്നും മേടിച്ച് ശീലമില്ലാത്ത അമ്മമാരാണെങ്കിൽ ഇതിനകത്ത് മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, ഉലുവ വറുത്ത് പൊടിച്ചതുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അത് മേടിക്കുക, നമ്മുടെ വീട്ടിലിടാം. പക്ഷെ അതെന്നാണെന്നറിയാമോ, അതെല്ലാം കൂടി ഇട്ട് വരുമ്പോഴത്തേക്ക് തന്നെ തളർന്നു പോകുന്നു, മോളെ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ അമ്മമാർ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിഷ് കറിയുടെ പൗഡർ കിട്ടും, അത് മേടിച്ചാൽ മതി. പിന്നെ അന്നേരം ഒരു ടൊമാറ്റോ ഇട്ടു. പിന്നെ ഉള്ളത് കുറച്ച് മീനാണ്. ഇത് നെമ്മീനാണ് മേടിച്ചേക്കുന്നത്, അതല്ല സാധാ കൊച്ചുമീൻ ഏതായാലും കുഴപ്പമില്ല, പക്ഷെ നത്തോലി ഒക്കുകയില്ല. പിന്നെ വീട്ടിൽ പുളി, നമ്മുടെ സാമ്പാർ പുളി എപ്പോഴും നമ്മുടെ കാണും, അല്ലെങ്കിൽ കുടംപുളി നല്ല എല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ല, എന്നാലും സാമ്പാർ പുളി എപ്പോഴും കാണും. അഥവാ ഇച്ചിരി ഒന്ന് തീർന്നു പോയാൽ നാരങ്ങ ഒഴിക്കാം. ഇതല്ല നാരങ്ങ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ ഏതാണെങ്കിലും ഉപയോഗിക്കാം. പുളികളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും നാരങ്ങ ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതാണ് വിനാഗിരി, അത് ഒഴിച്ചാലും മതി. പിന്നെ അന്നേൽ കുറച്ച് തേങ്ങാപ്പാൽ മസ്റ്റാണ്. പിന്നെ വേണ്ടത് നിറച്ച് മല്ലിയില, പിന്നെ ഉള്ളത് കറിവേപ്പില, അതിന് കണക്കില്ലേ. പിന്നെ ഇതെല്ലാം പോയിട്ട് മീനിന് ഉപ്പും വേണം, പുളിയും വേണം. ഉപ്പ് പിന്നെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്. ചട്ടി മസ്റ്റാണ്. ചട്ടി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാന് എടുത്താൽ മതി. പക്ഷെ ചട്ടി വെക്കുന്നതാണ് രുചി. ആദ്യം ചട്ടി ഒന്ന് ചൂടാക്കി വെച്ചാൽ അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഒഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒത്തിരി ഒഴിച്ചെന്നേ, പക്ഷെ ഒഴിച്ചിട്ടില്ല. പിന്നെ ഈ കറിക്ക് ഒരു ഗുണവും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് വറുക്കാവേ. കടുക് വറുക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഇപ്പം ഈ എണ്ണ ഒഴിച്ച സമയത്ത് കടുക് വറുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ചാൽ ഉള്ളി അതെല്ലാം വഴറ്റിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് വാങ്ങാറാവുകയല്ലേ, അന്നേരം ഇച്ചിരി കടുകും കൂടെ വറുത്ത് ഒഴിക്കാമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അത്രയും മെനക്കെടാൻ വേണമെങ്കിൽ എന്നാന്ന് വെച്ചാൽ ആദ്യമേ കടുക് വറുത്താൽ മതി. പിന്നെ വറുക്കുവാണെങ്കിൽ ആ പാത്രം കൂടെ കഴുകാൻ നിൽക്കണം. ആദ്യമേ ഞാൻ കടുക് വറുത്താൽ ടെൻഷനില്ലല്ലോ. പക്ഷെ ഇപ്പം ഞാൻ കടുക് വറുക്കുന്നില്ല. കടുക് വറുക്കാതെ തന്നെ നമ്മളൊരു മീൻകറി വെക്കാൻ പോവാം.
ആദ്യം ഉള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ട് തുടങ്ങാം. അവസാനമാകുമ്പം ഇതങ്ങ് തീരും. അതുകൊണ്ട് എന്നെ ഒന്നും പറയരുത്. മീനിനെക്കാട്ടിലും ചിലപ്പോൾ കൂടുതൽ കറിവേപ്പില കിട്ടിയെന്നിരിക്കും. എന്നാലും അപ്പം എല്ലാവരും വിചാരിച്ചോളാം ഞാൻ വെച്ച കറിയായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കറിവേപ്പില ഒരു വീക്ക്നെസ്സാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാം. ഇറച്ചിയുടെ അതേ കണക്ക് തന്നെയാണ്, പക്ഷേ ഇഞ്ചി ഇച്ചിരി കുറവായിരിക്കും. 3/4 ടീസ്പൂൺ മതിയാവും ഇഞ്ചി. വെളുത്തുള്ളി ഒരു 1.5 ടീസ്പൂൺ ഇട്ടു. മീൻകറിക്കൊന്നും അധികം എന്നാന്നോ ഈ ഇഞ്ചി ഒത്തിരി ഒന്നും പിടിക്കുകയില്ല. അന്നേരം ആ ഒരു ഇഞ്ചിയുടെയൊക്കെ ഒരു ചുവയൊന്നും മുന്നിട്ട് നിൽക്കുവേ. അതുകൊണ്ട് ഒത്തിരി ഇടണ്ട, ഒരു ഇച്ചിരി. അതാ 3/4 ടീസ്പൂൺ ഇഞ്ചി, ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ടോ അരിഞ്ഞത്. എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടല്ലോ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകം ഒന്ന് ചതച്ച് വയ്ക്കുവാന്നേല ഏറ്റവും എളുപ്പം കറികളൊക്കെ വെക്കാനായിട്ട് ഏറ്റവും എളുപ്പം അതാ. ഒരു ടീസ്പൂൺ കണക്ക് പഠിച്ചു വെക്കാമെങ്കിൽ അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരുപാട് നേരം ഉണ്ടല്ലോ, ഒരുപാട് ദിവസം അത് ഇരിക്കുകയില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഉപ്പും വിനാഗിരിയും കൂടെ ഒന്ന് പുരട്ടി വെച്ചാൽ മതി. 3 ദിവസം എന്നുള്ളത് ഒരു 6 ദിവസം ഇരിക്കും. അതിനപ്പുറം വെക്കരുത്. നമുക്ക് ആവശ്യമുള്ള ചതച്ച് വെക്കുവാന്നേലാന്നു ഈ പാട്. അരിഞ്ഞു വെക്കുകയാണെങ്കിൽ അത്രയല്ല, കുറച്ച് ദിവസവും കൂടെ നീങ്ങിപ്പോവും. സമയം കിട്ടുമ്പം അരിഞ്ഞു വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ധൃതിക്കൊക്കെ വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. മൂപ്പിക്കേണ്ട പരുവം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഇടുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. അന്നേരം വേഗം മൂക്കുവേ. പിന്നെ അഥവാ കടുക് വറക്കണമെങ്കിൽ നേരത്തെ വറുത്തോണം. പിന്നെ വറക്കണമെന്ന് മസ്റ്റൊന്നും അല്ല. കാര്യം എന്താ അറിയോ, ഏകദേശം കടുകിൻ്റെ ഫ്ലേവർ മാത്രം കിട്ടുവായിരുന്നേ ഉള്ളൂ. പക്ഷേ കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഞാൻ ധാരാളം ഇടുന്നതുകൊണ്ട് ആ കറിവേപ്പിലയുടെയൊക്കെ മണം നല്ലതായിട്ട് വരും. ഇതൊന്നൊരു ഇച്ചിരി, അതായത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊടി അങ്ങോട്ട് ഇടാവേ. കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു കറി പൗഡർ എന്ന് പറയുമ്പം എരിവിനെ കണക്കാക്കി വേണം കറി പൗഡർ ചേർക്കാൻ. ഇതിന് വലിയ എരിവില്ലാത്തതാണ്. 1 കിലോ മീനോളം ഉണ്ട്. അപ്പോൾ ഒരു 4 ടീസ്പൂൺ ഇട്ടു. പിന്നെ നല്ലോണം എന്നാ പറയുന്നത്, എരിവ് കഴിക്കുന്ന അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇനി ചേർക്കാം. അതല്ല മുളക് പൊടി വേണ്ട, ആ എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് കീറിയിട്ടേച്ചാലും മതി. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഈ എണ്ണ നല്ല മൂത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പൊടി ഇടാനും പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ പൊടി മൂക്കാനും വലിയ താമസമൊന്നുമില്ല. എണ്ണ ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ പൊടിയും കൂടി അങ്ങ് മൂത്തോളും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോയും കൂടി ഇടുക. ഇനി എന്നാന്നറിയാവോ, ഇതിനകത്ത് വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ ആ എണ്ണയിൽ കിടന്ന് തന്നെ നമ്മുടെ ടൊമാറ്റോ ഒന്ന് വഴന്ന് ആ ഗ്രേവി ആയിട്ട് ഒന്ന് ചേരണ്ട. പക്ഷേ എന്നാൽ അത് ചേരുകയും വേണം. ടൊമാറ്റോ നമുക്ക് ആ കറിയിലുണ്ടെന്ന് അറിയുകയും വേണം. നമുക്ക് കുറച്ച് സമയം മതി കേട്ടോ. ഞാൻ പറഞ്ഞ എളുപ്പമുള്ളൊരു മീൻകറി ആയതുകൊണ്ട് വലിയ താമസമൊന്നുമില്ല അത് കറി വെക്കാനും ഒക്കെ ആയിട്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മീനിടണം. ഇപ്പം നമ്മുടെ ആ ഗ്രേവിക്കകത്ത് ടൊമാറ്റോ ഇതേണ്ട വഴന്നങ്ങ് ചേർന്നിട്ടില്ല. പക്ഷെ ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. അരപ്പൊന്ന് നല്ലതായിട്ട് മീനെ പിടിച്ചോട്ടെ. ഇത് സാധാ മീനാണെങ്കിൽ ഇങ്ങനെ ഇട്ട് ഇളക്കരുത്. കഷ്ണം മീനായതുകൊണ്ടാട്ടോ എനിക്കിങ്ങനെ ഇളക്കാൻ ഒക്കുന്നേ. പക്ഷെ എന്നാൽ മീനൊന്ന് വെന്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ പരിപാടി നടക്കുകയില്ല. ചട്ടി ഒന്ന് വറ്റിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കുവാന്നേൽ, എൻ്റെ അമ്മയൊക്കെ ആയിരുന്നേൽ എപ്പോഴേ തലമണ്ടയ്ക്ക് തടി തന്നതെന്നറിയോ, മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സ്പൂൺ ഇട്ട് ഏതാണ്ട് ഇറച്ചി ഇളക്കുന്ന പോലെ ഇളക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കരുത്. പിന്നെ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ പുളി അനുസരിച്ച് നമ്മൾ നാരങ്ങായോ വാളംപുളിയോ കുടംപുളിയോ വിനാഗിരിയോ എന്നാ കയ്യിലുണ്ടേന്ന് വെച്ചാൽ അതങ്ങ് ചേർക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇടുവാണേ. ഉള്ളി മൂപ്പിക്കാനായിട്ട് ഞാൻ ഇട്ടായിരുന്നു. എന്നാലും മീനിനൊരു ഇച്ചിരി ഉപ്പും പുളിയും ഉള്ളത് നല്ലതാണ് എന്ന് പറഞ്ഞ് ഒരുപാടല്ല, ആവശ്യത്തിന്. അമ്മമാർക്കൊന്നും ഒരുപാട് ഉപ്പും പുളി എരിവും ഒന്നും പാടില്ലാത്തതുകൊണ്ട് ഇച്ചിരിയേ ചേർത്തിട്ടുള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണേ.
അതും അങ്ങോട്ട് ഒഴിച്ച് വെച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ തീ ഇച്ചിരി അങ്ങോട്ടൊന്ന് കൂട്ടിക്കും. ഈ സമയത്ത് ഈ എരിവ് വേണ്ടിയവർ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, നമുക്ക് ഒന്നെങ്കിൽ മുളക് പൊടി ഇടുവാണെങ്കിൽ ആ പൊടി ചേർത്തതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മുളക് പൊടി ഇടുക, അല്ലെങ്കിൽ പച്ചമുളക് ഇടുക. ഇതല്ല പുളിക്ക് ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാങ്ങ വേണമെങ്കിൽ ഇടാം. പക്ഷെ മാങ്ങ ഇടുവാണെങ്കിൽ മറ്റേ പുളിയൊന്നും ചേർക്കരുത്. പിന്നെ അന്നേരം സാമ്പാർ മുളകില്ലേ അതിടണമെന്നുണ്ടെങ്കിൽ ഇടാം. ചിലർക്കാണെങ്കിൽ ഈ ഒടങ്കൊല്ലിയുടെ മുളകെന്നും പറഞ്ഞൊരു മുളകുണ്ട്. അതെന്നാ എല്ലായിടത്തും എന്നാ ഭാഷ അതിന് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയാമല്ല. പക്ഷെ അത് ഭയങ്കര എരിവുള്ളതാണ്. അത് ഇടണമെന്നുള്ളവർക്ക് അങ്ങനെ എരിവ് കൂട്ടാം. ഏതാ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഇതൊന്നും ചേർക്കാതെ വെറും ഒരു ഫിഷ് കറി പൗഡർ മാത്രം ചേർക്കുവാണെങ്കിൽ അതിൻ്റെ രുചി ഒരു പ്രത്യേക രുചിയാണ്. ആദ്യം ഈ രുചി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആ ഏറ്റക്കുറച്ചിൽ ചെയ്തേച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻകറിയുടെ സ്വാദ് എന്നാന്നുള്ളത് നമുക്ക് മനസ്സിലാകാതെ പോവും. അതുകൊണ്ട് തിളയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇടണേ. ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആ മീനയിലോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. ഇപ്പം തന്നെ നിങ്ങളോട് ബ്രേക്ക് പറഞ്ഞ സമയം തന്നെ ഞാൻ ഏകദേശം കറിവേപ്പിലേനെ ഈ പരുവാക്കി. പക്ഷെ എന്നാലും ബാക്കിയും കൂടെ ഞാൻ ഇടും, എന്ത് ചെയ്യാനല്ലേ. ഇതൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ മീൻകറിക്കൊക്കെ ഒരു രുചി വരുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഞാൻ മീൻകറി വെച്ചാൽ മീനിനെക്കാട്ടിലും കറിവേപ്പിലയാണ് കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നേര് തന്നെയാണ്. എന്നാൽ എന്നെ അങ്ങനെ പറഞ്ഞൊന്ന് കളിയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. എനിക്കിഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കറിവേപ്പില എന്നാ പറയുക, ചിക്കൻ കറിയിലും മീൻ കറിയിലും മട്ടനിലും ഒക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി യാതൊരു വിഷയവുമില്ല. നമുക്ക് ഇപ്പോഴത്തെ വിഷയം മീൻ വേവാനാണ്. അപ്പോൾ എന്നാ ചെയ്യാം, നമുക്കൊരു വലിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നാൽ ഈ ചൂട് മീൻകറിയും നല്ല അപ്പവും കൂടെ കഴിക്കാം. ഓക്കെ, നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ്. ഇന്ന് ഞാൻ ചെയ്ത മീൻകറി അമ്മമാരെ മാത്രം കൺസിഡർ ചെയ്താട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു രുചി മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴും അവരും പറയും ഇത് ഏറ്റവും നല്ലൊരു കറിയാന്ന് പറയും. ഇത് ഞാൻ ചെയ്യാൻ കാര്യം എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും, എല്ലാ തലമുറകൾക്കുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീൻകറി ആയതുകൊണ്ട് ഇന്ന് നമ്മുടെ ഗസ്റ്റ് വരാൻ പോകുന്നത് ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ, അതായത് ന്യൂ ജനറേഷൻ ടീമാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ആനീസ് കിച്ചണിൽ തന്നെ നമ്മളൊരു ഒരു ഫിലിം ഇറങ്ങി കഴിഞ്ഞാലും നമ്മുടെ അടുക്കളയിൽ ഒരു ചർച്ച വരുമ്പോൾ ഒരു സന്തോഷമല്ലേ. വെച്ചാൽ ആ സിനിമയെ പറ്റി അറിയാനും ഇനി കാണാത്തവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കഥയും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മളിത് കണ്ടല്ലോ ആനീസ് കിച്ചൺ, നമുക്ക് ഈ സിനിമ ഒന്ന് പോയി കാണണം എന്ന് തോന്നണം. അതേപോലെ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കണം. എനിക്ക് തോന്നുന്നു അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഞാൻ പറയുന്നതിനേക്കാട്ടിൽ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കിയത് എന്നാന്ന് വെച്ചാൽ ഏത് ഫിലിമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇന്നിവിടെ വരാൻ പോകുന്ന ക്രൂ എന്ന് പറയുന്നത് മാച്ച് ബോക്സ് എന്ന ഫിലിമിൻ്റെ അഭിനയിച്ചവരും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണ് ഇവിടെ വരാൻ പോകുന്നത്. അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ കാണും പറയാനായിട്ട്. അത് നമസ്തേ ഭയങ്കര സന്തോഷം. ഹലോ 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 നമസ്തേ. സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആകുമ്പോൾ ആദ്യം ഒരു നമസ്തേ ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര ബഹുമാനത്തോടു കൂടി വേണം വരാൻ. അതുകൊണ്ടാട്ടോ നമസ്തേ ആദ്യം പറഞ്ഞത്. ഇതെന്നാ നിങ്ങൾ ഇങ്ങനെ റെഡിൽ പോന്നേ? അത് സത്യം പറയും, ശരിക്കും സത്യമായിട്ട് ഇത്ര ആരെങ്കിലും വിശ്വസിക്കാൻ പോവാ? നേര് പറഞ്ഞാൽ പോലും ഒരുമ. ഓ അങ്ങനെ ഒരുമ കൂടിയേച്ച് ഇങ്ങനെ ചെയ്താന്ന് പറഞ്ഞതാ. അത് ഇനി മാച്ച് ബോക്സ് ബേസിക്കലി ഒരു ഫയറാണ്, അതൊരു റെഡിഷ് കളറാണ്, അത് ഭയങ്കര ഹോട്ടാണ് അന്ന് വിചാരിച്ചിട്ടാണോ? അതിനേക്കാൾ മാച്ച് ബോക്സ് കുറച്ചും കൂടെ ചേർച്ചയുള്ള കുറെ മനസ്സുകളുടെ ഒരു പെട്ടിയാണ്. ഓ അങ്ങനെ ഒരുമിച്ച് നിന്നാലും അതിന് തീയോ പടക്കോ ബോംബോ അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ലെന്ന് ഉദ്ദേശിച്ചാന്നോ? ഓക്കെ, എനിക്ക് ശരിക്കും അതിനകത്ത് മനസ്സിലാക്കിയ എന്നാന്നറിയാവോ, അതിനകത്ത് എന്നാ പറയാ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കുറെ എന്നാ പറയാ പോസിറ്റീവ് എനർജി, പിന്നെ കുറെ പ്രോബ്ലംസ്, പിന്നെ എന്നാ ഒരു ലവ്, അവരുടെ എനർജി, ഇതെല്ലാം നിങ്ങൾ കാണിച്ചേക്കുന്ന എന്നാന്നറിയോ. ഇപ്പൊ എനിക്ക് എന്റേതായ ഒരു ഭാഷയുണ്ട്, അത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഭാഷ, അതായത് കോഴിക്കോടും ടച്ച് വിട്ടേച്ചാ പറഞ്ഞേക്കുന്നത് അല്ലേ? ശരിക്കും അതിനകത്ത് തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. പ്രോബ്ലംസ് എന്ന് പറയുന്നതിനേക്കാൾ നമ്മളെ നാട്ടിൽ നിന്ന് നടക്കുന്ന, ഇന്നല്ല എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു പ്രധാന വിഷയമല്ല, അത് അതിന്റെ കൂടെയുണ്ട്. അത് എപ്പോഴും ഒരു വിഷയം അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ ഒരു ഈ ഫിലിമിലൂടെ ഒരു മെസ്സേജ് കൊടുത്ത്? ഇല്ല, നമ്മൾ അത് സോൾവ് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല. അത് നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഇല്ല. പക്ഷേ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയ ഒരു ചെറുപ്പക്കാരൻ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി അവന്റെ സുഹൃത്തുക്കൾ കൂടെ നിൽക്കുന്നതാണ്. ആ നാടൊക്കെ അത് അറിയാതെ അതിന്റെ ഭാഗമായി പോകുന്നതാണ് കഥ. ഓക്കെ, അങ്ങനെ എങ്ങനെയും ഒരു അനുഭവം സ്ക്രിപ്റ്റ് റൈറ്ററിന് വന്നോ?
ലൈഫ് റിയൽ ലൈഫില് ഇല്ല ഉണ്ടെന്ന് ദൃശ്യ തലയാട്ടുന്നു. ദൃശ്യ പെട്ടെന്ന് ഉണ്ട്, പരിസരമൊക്കെ മറന്നുപോയി. സത്യം പറയൂ. ഇല്ല, ഞങ്ങൾ 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. ഞാനും കെന്നി പെറുട്സി, 2 പേരാണ്, നിഖിലാനും കെന്നി പെറുട്സി. ഞങ്ങൾ 2 പേരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല ക്യാരക്ടേഴ്സ്, പല ഇൻസിഡൻസ് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടാണ്. ഇപ്പൊ എന്തായാലും സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇത് വഴിയെ പിടിക്കും, ഉറപ്പാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോയി വിശദമായിട്ട് സംസാരിക്കാം. ശരി. നമുക്കേ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് മാച്ച് ബോക്സ് എന്ന ഫിലിമിന്റെ ഒരു വിശേഷമൊക്കെ കേൾക്കാവേ. എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഒരു ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ പ്രോബ്ലംസ് ആയിട്ട് ഭയങ്കര സീരിയസ് ടോക്ക് ഒന്നും അല്ല എന്നാ കേൾക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു. നിങ്ങൾ അഭിനയിച്ചത് ആദ്യം ചോദിച്ചിട്ട് മെയിൻ നട്ടലുള്ള ഒരു പടത്തിന്റെ നട്ടൽ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് ചോദിക്കാം, നിങ്ങളുടെ വിശേഷം പറയും. മാച്ച് ബോക്സ് എന്ന് പറയുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് മെയിനായിട്ട് ഷൂട്ട് ചെയ്തത്. ഒരു 28 ഡേയ്സിൻ്റെ ഉള്ളിൽ പടം മൊത്തം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തു. അപ്പോൾ അത്യാവശ്യം ഒരു ഹെക്റ്റിക്കായിരുന്നു. അപ്പോൾ എന്തായാലും കോഴിക്കോടിലത്തെ ആൾക്കാരുടെ സ്നേഹം അതൊക്കെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ പോരാത്തിന് ബീച്ചിന്റെ സൈഡിൽ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. അതാണ് മെയിൻ അട്രാക്ഷൻ. ഞാൻ മെയിനായിട്ട് ഫുഡ് പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ് പറയാണ്ടിരിക്കാതെ. ഓക്കെ, അപ്പൊ എല്ലാ ടൈപ്പ് ഫുഡും ഇഷ്ടമാണ് ആണ്. ഞാൻ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതായത് ഞാൻ ബീഫ് കഴിക്കില്ല, മട്ടൻ കഴിക്കില്ല, ചിക്കൻ കഴിക്കും, പക്ഷെ ചിക്കൻ ബോൺലെസ് ആയിരിക്കണം. എല്ലില്ലാത്ത കോഴി കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ ഫിഷ് ഞാൻ പ്രോൺസ് ഒക്കെ ഇഷ്ടം. പിന്നെ കിങ് ഫിഷ് അല്ലേന്ന് ചോദിച്ചാലും ഇന്ന് ഞാനിത് തരും. സാറില്ല, ഞാൻ കഴിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ദൃശ്യം നമുക്ക് പരിചയപ്പെടുത്തണ്ട. ദൃശ്യ ഹാപ്പി വെഡിങ്സ് എന്ന ഫിലിമിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചിതയാണ്. പക്ഷെ ദൃശ്യയെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ ദൃശ്യക്ക് എല്ലാവരിലും ഒരു വ്യത്യാസം എന്നാന്ന് പറഞ്ഞാൽ, എനിക്ക് ബേസിക്കലി ചൈനീസ് ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. ദൃശ്യക്ക് ജാപ്പനീസ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആന്നോടോ? അതൊക്കെ കിട്ടും, താൻ പറയൂ. ആണോ ചോദിച്ചാ അങ്ങനെ കംപ്ലീറ്റ്ലി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം സുഷി ഒന്നും സുഷി എൻ്റെ അച്ഛൻ ബേസിക്കലി ഒരു സുഷി ഷെഫാണ്. അപ്പോൾ സുഷി ഒന്നും എനിക്കിഷ്ടമല്ല, കാരണം കുറച്ച് റോ ഒക്കെ ആയിട്ടുള്ളതാണ്. റോ ആണ്. അപ്പോൾ അങ്ങനെ കഴിക്കില്ല. പക്ഷെ എന്നാലും ജാപ്പനീസും ചൈനീസും ഒക്കെ ഒരു ഇഷ്ടമുണ്ട്. അച്ഛൻ ഉണ്ടാക്കി തരും ഇതൊക്കെ? സുഷി അച്ഛൻ ഉണ്ടാക്കി തരില്ല, കാരണം സുഷി ഞാൻ കഴിക്കാറില്ല. ഓക്കെ, അപ്പൊ ജാപ്പനീസ്, ഇപ്പൊ നമുക്ക് ചൈനീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻസ് ബേസിക്കലി ചൈനയുടെ ഫുഡ് അത്ര അടുത്തറിയില്ലെങ്കിൽ പോലും നമ്മൾ പറയുന്നത് ചൈനീസ് ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ഇത് തന്നെയാണ് എനിക്കും. ശരിക്കും അവർ തമ്മിൽ ഫ്ലേവേഴ്സ് ഡിഫറൻസ് ഉണ്ടോ? അവർ കുറച്ചുകൂടി സോസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യും. പിന്നെ അവരുടെ ഫുഡിൽ അച്ഛൻ ജാപ്പനീസിൽ പിന്നെ കുറച്ചൊരു സ്വീറ്റ് കണ്ടന്റ് കുറച്ച് കുറവാ. പിന്നെ സ്വീറ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഭാഗ്യമുണ്ട് മോക്ക് പല ടൈപ്പ് ഓഫ് ഫുഡ് ഒക്കെ എൻജോയ് ചെയ്യാനല്ലേ. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ ചെയ്തു തരില്ലേ? ഇനി സോണുവിനെ ഒന്ന് പരിചയപ്പെടുത്തി തരൂ ഞങ്ങൾക്ക്. എൻ്റെ ഫസ്റ്റ് മൂവി അലമാരയായിരുന്നു. അതിനുശേഷമാണ് മാച്ച് ബോക്സ് എന്ന് പറയുന്ന മൂവി ചെയ്യുന്നത്. സെറ്റിലെ വിശേഷം പറയാൻ, ആദ്യം ചെന്ന സമയത്ത് ഇതുപോലെ തന്നെ ഷൂട്ടൊക്കെ ഭയങ്കര ഹെക്റ്റിക് ആയതുകൊണ്ട് അധികം കമ്പനി ഒന്നും ആരുമായിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എൻജോയ് ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് പലത്ത് ട്രാവൽ ചെയ്യാൻ തുടങ്ങി, പല കോളേജസിൽ പോകാൻ തുടങ്ങി, കുറേ പല ഡിസ്ട്രിക്റ്റിൽ പോകാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും തമ്മിൽ നല്ല ബോണ്ടായി, ഭയങ്കര കമ്പനിയായി, ആ ഒരു രസമൊക്കെ കിട്ടി തുടങ്ങി. ഓക്കെ, അപ്പൊ ഇനി എഴുത്തുകാരനോട് ചോദിക്കട്ടെ, ഈ മാച്ച് ബോക്സ് എന്ന ഫിലിമിന്റെ ഒരു സ്പാർക്ക് ഉള്ളിൽ എങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സ്പേസിൽ നമ്മളെ ഫ്രണ്ട്സിനിടയിൽ ഉണ്ടാവുന്ന ലൈഫിനുണ്ടാവുന്ന നമുക്ക് പേഴ്സണലി അതിനോടൊരു ലൈഫ് ഉണ്ടാവും, നമുക്കൊരു സ്നേഹം കൂടുതലുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു സ്പാർക്ക്. ആ ഫ്രണ്ട്സാണ് സ്പാർക്ക്. ഫ്രണ്ട്ഷിപ്പാണ് ഇതിൻ്റെ ബേസ്. ഫ്രണ്ട്ഷിപ്പും പ്രണയമാണ്. പിന്നെ പ്രണയിക്കാത്തവരില്ലല്ലോ. അതില്ല, ഒരിക്കലും ഇല്ല. പ്രത്യേകിച്ച് ഞാൻ പറയാം. അപ്പോൾ അതിലിപ്പം നമ്മളെ കൂട്ടത്തിൽ അവിടെ എനിക്ക് തോന്നുന്നില്ല ആ സെറ്റില് ആരും പ്രണയിക്കാത്തവരില്ല. അപ്പം ഞാനും പ്രണയമുണ്ട്. പിന്നെ തീർച്ചയായും അതില്ല, ഞാനുണ്ട്. അതില്ല, ഇപ്പൊ പറയില്ല. ഓക്കെ, നിങ്ങൾക്ക് പ്രണയം പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പ്രേമിക്കാന്ന്. ഞാൻ പ്ലസ് ടുവിൽ പ്രണയം ഉണ്ടോ തീരുമാനിച്ചേ. പ്ലസ് ടു കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പ്രേമിക്കാന്ന്. അച്ഛനമ്മയെ കേട്ടല്ലോ അല്ലേ സോണുന? അത് അച്ഛനമ്മയ്ക്ക് അറിയാതെ ഓൾറെഡി ഏകദേശം ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു.
ഇടി മോളെ എന്നാ പിന്നെ പറഞ്ഞ അത് ആരപ്പാ ഏകദേശം ഉണ്ട് ഇല്ല അറിയാണ്ടോ അതാരോ അയ്യോ ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പനും അമ്മ അറിയാഞ്ഞിട്ടാ അല്ല ആദ്യം വീട്ടിൽ പറയണം എന്നിട്ടേ നാട്ടുകാരോട് പറയണം. പറഞ്ഞല്ലോ ഇനിയിപ്പൊ എന്നാ പറയാ വീട്ടിൽ പറഞ്ഞിട്ടാണോ പുള്ളി അറിയാനുള്ള ഇനി അത് പുള്ളി അറിഞ്ഞോ എന്താണ് ദൃശ്യം താൻ പറഞ്ഞു തരൂ അയാൾക്ക് നാണം വരുന്നോ പേടി വരുന്നോ എന്താ സംഭവിക്കുന്നത് ചേച്ചിക്ക് സത്യം പറഞ്ഞാ ഇങ്ങനെ ലവ് മാരേജിനോടാ താല്പര്യം, പക്ഷെ ആരും കിട്ടുന്നില്ല. ഛേ, അതല്ല ഇപ്പൊ പറഞ്ഞെ, ചുമ്മാ ഇരിക്കുകയായിരുന്നു. അല്ല, ഒരാളെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ തോണ്ടല്ലേ ഞാൻ കാണുന്നുണ്ട് അവിടുന്ന് അണ്ട ഇങ്ങനെ തോന്നുന്നു പറയല്ലേ എന്ന്. ഓക്കെ ഓക്കെ ബാക്കി കഥ പറഞ്ഞു തരൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. അപ്പം നമ്മുടെ ഇപ്പം ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളൊരു കടയിൽ കയറിയാൽ ഞങ്ങളൊരു കാതർക്കുണ്ട്, ഞങ്ങളൊരു കോയക്കുണ്ട്, ഞങ്ങളൊരു ഉമ്മർക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉമ്മർക്കാട് അവിടെ റേഡിയോ വെച്ച് പാട്ട് കേൾക്കാൻ ഞങ്ങൾ രാത്രി പോകും. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുവട്ടങ്ങളിലുണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ തന്നെയാണ് സിനിമയിൽ കഥാപാത്രങ്ങളെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ അച്ഛനായാലും അമ്മയായാലും ഇപ്പം ഞാനൊക്കെ പേഴ്സണലി എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും എങ്ങനെയാണോ ആ ഒരു റിലേഷൻ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിലേഷനാണ് നമ്മൾ ഇതിലും കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എങ്ങനെ ആയിരിക്കണം നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു അച്ഛനും അമ്മ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അതൊക്കെ തന്നെ നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഫ്രണ്ടിനെ കണ്ടതാ കെന്യ ഞാനും ഏതാണ്ട് ഒരു 22 years ആയിട്ട് അറിയാം. പിന്നീട് നമ്മൾ ഒരേ ഫ്ലാറ്റിലായി. അവിടെ വെച്ചിട്ട് പിന്നെ ഈ സിനിമ എന്നുള്ളൊരു സ്വപ്നം അവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ പിന്നെ എല്ലാം പാരലലി ഒരുമിച്ച് പോയി തുടങ്ങി. ഒരുപാട് ചെറിയ ഷോർട്ട് ഫിലിമുകൾ എടുത്ത് പിന്നെ കോളേജുകളിൽ ഈ പടത്തിൻ്റെ ഡയറക്ടർ ശിവറാമിനെ അവിടെ വെച്ച് പരിചയപ്പെടുകയും പിന്നെ ശിവറാമും ആ ട്രാവലാണ് കഴിഞ്ഞൊരു 10 വർഷം കോളേജ് മുതലുള്ള ട്രാവലാണ് ഇപ്പോൾ. ഇതിന്റെ പ്രൊഡ്യൂസർ ശരിക്കും രേവതി കലാമന്ദിറാണ്. ശരിക്കും രേവതി കലാമന്ദിർ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ പറയാ പക്കാ സിനിമയെ പറ്റി പഠിച്ച് ഒരു ശരിക്കും ഒരു എന്താ പറയാ കംപ്ലീറ്റ്ലി ഒരു എൻസൈക്ലോപീഡിയ മൊത്തം എടുത്തേക്കുന്ന ഒരു പ്രൊഡ്യൂസേഴ്സ് ആണ് രേവതി കലാമന്ദിർ എന്ന് പറയുന്നത്. സുരേഷ് ചേട്ടനായാലും പപ്പി മേനക ആയാലും ശരി, അവരിലേക്ക് ഈ കഥ എത്തിയത് എങ്ങനെയാണ്? ബിക്കോസ് അവർ അത്രയും കൊമേഴ്ഷ്യലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തികളാണ്. അതിൽ അവർക്കൊരു സുരേഷ് സാർക്ക് പരിചയമുള്ള സുദീപ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പം ചേട്ടൻ ത്രൂ ഞങ്ങൾ ശിവയ്ക്ക് പരിചയമുണ്ട് സുദീപ് ഏട്ടൻ. അങ്ങനെ ഞങ്ങൾ നെറേറ്റ് ചെയ്യാൻ കഥ പറയാനൊരു അവസരം സുദീപ് ഏട്ടൻ ഉണ്ടാക്കി. അല്ല, ഞങ്ങൾ സ്കൂട്ടറിൽ കോഴിക്കോട് നിന്ന് രാത്രി ഒരു പെട്ടെന്ന് വിളിക്കുന്നു, വരാൻ പറയുന്നു. അപ്പം ഞങ്ങൾക്ക് പൊതുവേ ഈ ഒരു ആവേശം കൂടുതലുണ്ട്. ഞങ്ങൾ ഈ സ്കൂട്ടർ എടുത്ത് പോവാം സ്കൂട്ടർ എടുത്ത് ഞങ്ങൾ പുറപ്പെടുന്നു. നേരെ ട്രിവാൻഡ്രത്തേക്ക് രാവിലെ ഒരു 8:30 ട്രിവാൻഡ്രത്ത് 9:00 സുരേഷ് സാർ വീട്ടിലേക്ക് കയറുന്നു. കഥ പറയുന്നു. കഥ ഞങ്ങൾ ഏതാണ്ട് ഒരു 2.5 hours വളരെ എൻജോയ് ചെയ്ത് അവർ കേട്ടിരുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ നമുക്ക് കിട്ടിയൊരിത്. അപ്പോൾ സാറും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, മാമും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ കൃഷ്ണേട്ടൻ, രാധാകൃഷ്ണൻ ചേട്ടൻ, നമ്മുടെ നിറത്തിൻ്റെയൊക്കെ പ്രൊഡ്യൂസർ പുള്ളിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേര് എന്നിട്ടാണ് കഥ കേൾക്കുന്നത്. അപ്പോൾ നമുക്കും ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ആദ്യം സുരേഷ് സാറെ കണ്ട ആദ്യം ഒരു 10 മിനിറ്റ് വേറെ മാറുന്നില്ല. കാരണം സുരേഷ് സാറ് നമ്മൾ അപ്പം തന്നെ കമ്മീഷണർ ബാക്കോട്ട് ഇങ്ങനെ സിനിമകൾ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കിത് ഒരു 10 മിനിറ്റ് എടുത്തു അതിലേക്കൊന്ന് ആവാൻ. അപ്പോൾ ആദ്യത്തെ ഒരു തമാശയ്ക്ക് സുരേഷ് സാർ കൊടുത്ത റെസ്പോൺസിൽ നിന്ന് ഞങ്ങൾക്കൊരു ഗ്രിപ്പ് കിട്ടി. പിന്നെ ഞങ്ങളത് കഥ പറഞ്ഞു. സുരേഷ് സാർ വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ കാര്യങ്ങൾ ഇന്ന മന്ത്സോ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഷൂട്ട് തുടങ്ങണം. അങ്ങനെ May 8th ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എല്ലാം ആ പ്രോസസ്. അപ്പൊ തന്നെ ഫിക്സ് ആയോ ഇന്ന പോലെ തുടങ്ങാന്നൊക്കെ പറഞ്ഞു? ലൈക്ക് ഇൻ ഫ്യൂ ഡേയ്സ്, ലൈക്ക് ഒരു മാക്സിമം. അല്ല, ഇനി ചിലപ്പോൾ അതിന്റെ ആവേശത്തിലാണ് തിരിച്ചു കോഴിക്കോട് പോയെന്നുള്ളത് അറിയില്ലല്ലോ. വിളിച്ചതിന്റെ ആവേശത്തിലാണ്. അല്ല, വിളിച്ചതിന്റെ ആവശ്യമില്ല, കൊണ്ടുവന്നു പോയി വണ്ടി. തിരിച്ചു കൊണ്ടുപോയ വളരെ എന്തൊക്കെയാണ് അതിനകത്തെ മെയിൻ? നമ്മള് ഇപ്പൊ പ്രണയം ഓക്കെ, അതല്ലാതെ വല്ലതും സോഷ്യൽ അഫയേഴ്സ് അങ്ങനെ സോഷ്യൽ അഫയേഴ്സ് ഉണ്ട്. ഇന്നിപ്പോ നമ്മള് എന്നും ഒരു ജാതിയും മതമൊക്കെ ഒരു വിഷയമാണ് ബന്ധങ്ങൾക്കിടയിൽ. അപ്പം ഇതൊന്നും ബന്ധങ്ങളെ ബാധിക്കരുത് എന്ന് പറയാൻ കൂടെയാണ് നമ്മൾ അതൊരു മെയിൻ ഒരു പ്ലോട്ടിൽ പറയുകയല്ലെങ്കിലും നമ്മൾ എവിടേക്കോ അത് പറയുന്നുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നു അത് ഒരു റിലേഷനും, ഒരു അച്ഛനും മകനും തമ്മിലുള്ള റിലേഷനോ, ഒരു എന്താ പറയുക അവർ ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള റിലേഷനോ അല്ലെങ്കിൽ ഒരു പ്രണയത്തിനോ ഒന്നും മതം അല്ലെങ്കിൽ ജാതിയോ രാഷ്ട്രീയമോ അതിനെ ബാധിക്കരുത്. അത് സെപ്പറേറ്റ് ആണ്, അത് വേറെ ഇത് വേറെ എന്നുള്ളത് നമ്മൾ പറയാൻ ശ്രമിക്കുന്നു. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പം നിഖിൽ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു മെസ്സേജ് എന്താണ് ആ ഫിലിമിനകത്ത്? മെസ്സേജ് എന്താ വെച്ചാൽ നമ്മൾ ഒരു സ്നേഹത്തിനെ നമുക്ക് ഒരു ബോർഡർ വെക്കേണ്ട, അതിനൊരു ലിമിറ്റ് വേണ്ട. നമ്മൾ ഒരു സ്നേഹത്തിനും ലിമിറ്റ്ലെസ് ആക്കി കാണും. എല്ലാ സ്നേഹവും അങ്ങനെ ആയിരിക്കട്ടെ. അച്ഛനും മകനും നമ്മളെ സ്നേഹമാണെങ്കിലും അതും വളരെ വളരെ ഓപ്പൺ ആവട്ടെ എല്ലാം. അല്ലാതെ നമ്മളതിനെ
ഇപ്പം ഇപ്പം നമ്മളുടെ ഇടയിൽ നമ്മൾ പലരും കാണുന്നുണ്ട്, നമ്മൾ രാഷ്ട്രീയം വെച്ച് സ്നേഹിക്കുന്നവരുണ്ട്, രാഷ്ട്രീയം വെച്ച് ഡിവൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പം അതൊന്നും സംഭവിക്കാതിരിക്കണം. നമ്മുടെ ഇടയിൽ നമ്മൾ കേൾക്കുന്നതാണ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് കേൾക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും വരാതിരിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം നമുക്കുള്ളിൽ എവിടെയുണ്ട്. അത് അതുപോലെ എല്ലാവരും അങ്ങനെ ആയിക്കോട്ടെ എന്നല്ലേ, എല്ലാവരും ഇങ്ങനെ ആവണം എന്നുള്ള ഒരു മെസ്സേജ്. അത് അഭിനയിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ആയോ വീട്ടില്? ആയി തീർച്ചയായും. എന്താ സോനു പറയാൻ വന്ന? അല്ല, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ലാന്നായിരുന്നു പറയാൻ വന്നത്. കുറച്ചു മുന്നേ ഞാൻ കണ്ടു, അല്ല ഒരാളെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ പണ്ടേ വീട്ടിൽ അങ്ങനെ വന്നേതാ, എനിക്ക് പ്രേമിക്കണം അച്ഛാ, ആരെങ്കിലും ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അല്ല, പപ്പായും മമ്മിയും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരാളിനെ പ്രേമിച്ച് കണ്ടുപിടിച്ചോണ്ട് വന്നോ, ലൈക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയി സെറ്റിൽഡ് ആയിട്ട് വന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന ഞാൻ നടത്തരാന്ന് വീട്ടിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, മോൾ എവിടെയാ പഠിച്ചേ? ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രത്ത്. ആന്നല്ലേ, ഓക്കെ. മോളെവിടെ? എറണാകുളത്തോ? അല്ല, ഞാൻ +2 കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ IS പബ്ലിക് സ്കൂൾ ചിറ്റിലപ്പള്ളി, തൃശ്ശൂർ തന്നെ. തൃശ്ശൂർ തന്നെ. ഓക്കെ. ഭാഷ പഠിക്കാൻ ഇച്ചിരി പാടുപെട്ടോ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയത്? ഇല്ല, എനിക്ക് ഒരു ന്യൂട്രൽ സ്ലാങ് പിടിച്ചാൽ മതി, കാരണം ഞാൻ സൗദിയിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അതുകൊണ്ട് അധികം രക്ഷപ്പെട്ടു. ഇല്ല, ഒരുപാട് അങ്ങനെ ഭാഷയുടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ബിക്കോസ് അതൊരു പ്രത്യേക ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളും അതിൽ ചെറിയ കോൺഷ്യസ് ആയിരുന്നു. കാരണം ഒരുപാട് നമ്മൾ കോഴിക്കോട് സ്ഥിരം പറയുമ്പോൾ നമ്മൾ കുതിരവട്ടം പപ്പു, മാമുക്കോയ എന്നൊക്കെ പറയുന്ന അതല്ല കോഴിക്കോട് ഓരോ 2 കിലോമീറ്ററിലും ഭാഷ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്ലാങ്ങിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സിറ്റിക്കുള്ളിൽ നമ്മൾ സംസാരിക്കുന്നതല്ല നമ്മളൊരു 5 കിലോമീറ്റർ അപ്പുറം പോയ ഒരു സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ സ്ഥിരമായി കോമണായി വരുന്ന വാക്കുകളെ കൂടുതൽ സ്ട്രെസ് ചെയ്യും. പൊതുവേ ഏത് ഭാഗത്തുള്ളവർ കണ്ടാലും ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു നിർബന്ധം കൂടെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഈ ലാംഗ്വേജ് ഉപയോഗിച്ചത് നിങ്ങളുടെ നാട് അതായതുകൊണ്ട് മോർ കംഫർട്ടബിൾ ആയതുകൊണ്ടാണോ ലാംഗ്വേജ്? കോഴിക്കോട് ചെറുപ്പം മുതലൊരു വികാരമാണ്. അത് നമുക്ക് കോഴിക്കോട് ജനിച്ച് വളർന്ന എല്ലാവർക്കും ഒരു നാടിനോടുള്ള ഇപ്പം ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ എല്ലാ വീക്കെൻഡും വാൻ തിരിച്ച് നാട്ടിലേക്ക് ഓടും. കാരണം കോഴിക്കോട് പോകണം, ഫുഡ് കഴിക്കണം, വീട്ടിലിരിക്കണം, അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം. അത് കോഴിക്കോട് ഞങ്ങൾക്ക് സ്പെഷ്യലി ഒരു ഇതുണ്ട്. പിന്നെ ഞങ്ങൾക്കും ഉണ്ട് എങ്ങനെയൊക്കെ. ഞാൻ കോഴിക്കോട് എന്നാ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രൊഡ്യൂസർ ഇത് എന്തായാലും സുരേഷ് ചേട്ടൻ ട്രിവാൻഡ്രത്തുള്ള ആളാണ്, ഇതെങ്ങാനും തിരുവനന്തപുരത്ത് വെക്കാൻ പറഞ്ഞിരുന്നത് എന്നാ എടുത്തേനെ? അല്ല, സുരേഷ് സാറും കൃഷ്ണേട്ടനും ആദ്യം പറഞ്ഞു ഇത് കോഴിക്കോട് വെച്ച് തന്നെ നിങ്ങൾ ആ ഭാഷയിൽ പറഞ്ഞോണ്ടല്ലേ? അല്ല, പക്ഷെ ഇല്ല, നമ്മൾ അതിനെ നമുക്ക് ഫെമിലിയർ ആയത് കോഴിക്കോടാന്നുള്ളത്. നിങ്ങൾക്ക് കംഫർട്ട്, അതായത് ആ തെറ്റ് തിരുത്താനും ഒക്കെ ആയിട്ട്. പിന്നെ ഇതിന്റെ ഹീറോയിനെ കണ്ടെത്തിയതും ഒക്കെ ഒന്ന് പറഞ്ഞേ, അതായത് ആ ക്യാരക്ടറിന് അങ്ങനെ തന്നെ സൂട്ട് ഇന്ന ആള് വേണം എന്നൊക്കെ. ഇന്ന ആള് വേണം. ദൃശ്യ നമ്മൾ വീട്ടിൽ ചെന്ന് കാണില്ല. ആദ്യം ദൃശ്യ ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല, ദൃശ്യ പഠിക്കുകയാണ്, അഭിനയിക്കുന്നുണ്ടോ അപ്പം അറിയില്ല. അപ്പം ഞങ്ങൾ തൃശ്ശൂർ വീട്ടിൽ ചെന്ന് കാണുമായിരുന്നു. കണ്ട് ഞങ്ങൾ പറഞ്ഞു ബാക്കി ദൃശ്യം തന്നെ പറയണം എന്താണ്. ആണ്, ഞാൻ ഒരു സാധാരണ ലെവലില് ഇതായ കുട്ടിയാണ്. ഞാൻ സിനിമയെ അധികം സ്നേഹിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സിനിമ ഹാപ്പി വെഡിങ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടല്ല ചെയ്ത്, അങ്ങനെ വന്നു, ഓക്കെ അച്ഛൻ്റെ ഫ്രണ്ടാണ്, ഓക്കെ ചെയ്യാം, അങ്ങനെ ചെയ്തു. സിനിമ എല്ലാവർക്കും എങ്ങനെയാണ്, പുറമേ നോക്കുന്ന എല്ലാവർക്കും എങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആവും, അഭിനയിച്ച കൊള്ളാം, ഫേമസ് ആവുമല്ലോ, ആ ഒരു ഇതിൽ വന്ന ഒരാളാണ്. പക്ഷേ സത്യം പറയാലോ, മാച്ച് ബോക്സിൻ്റെ സ്ക്രിപ്റ്റാണ് എന്നെ സിനിമയിലോട്ട് സ്നേഹം എന്ന് പറയുന്നത്. എനിക്ക് സിനിമയെ സ്നേഹിക്കാൻ തോന്നിയത് മാച്ച് ബോക്സ് സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷമാണ്. അതുവരെ ഞാൻ സിനിമയിൽ അഭിനയിക്കണം, കാരണം ഞാൻ അത് സീരിയസ് ആയി കാണുന്നില്ല. ഒരു കുട്ടികളിയുടെ ഒരു പേരിലാണ് ഞാൻ ഹാപ്പി വെഡിങ് ചെയ്തത്. അത് കാണുമ്പോഴും എല്ലാവർക്കും മനസ്സിലായിക്കോളും, ആ ഒരു ഇതില്ല. പക്ഷേ മാച്ച് ബോക്സ് അങ്ങനെയല്ല, കുറച്ചുകൂടി സീരിയസ് ആയി ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഞാൻ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നു. ഓക്കെ, അപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ച് അങ്ങ് പോകുമ്പോഴത്തേക്ക് സിനിമയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ആക്ട്രസ് ആയിട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ യു വിൽ കണ്ടിന്യൂ ഇൻ ആക്ടിങ്? ഇൻഷാല്ലാ. അതൊരു എന്നെയും കൂടെ ഒരു കൺഫ്യൂഷൻ ആക്കിയല്ലോ. സോനുവിനാണെങ്കിലോ? ഞാൻ ഇപ്പോൾ ഇനി തൽക്കാലം എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാം. ഞാൻ CA ഫൈനൽ ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഒരു ആഗ്രഹം. അപ്പം അത് ഇനി കുറച്ച് നാൾ പഠിത്തം കണ്ടിന്യൂ ചെയ്യാം. രണ്ടും ഒപ്പം കൊണ്ടുപോകാനാണ്. നിഖിൽ ചിരിക്കുന്നത് എന്താടോ? ഞാൻ കേട്ട് അത്ര സീരിയസേ ഉള്ളൂ? അല്ല, അത് പെട്ടെന്ന് ചില ദിവസം സീരിയസ് പഠിക്കണം. നായകന്റെ കാര്യം പറഞ്ഞില്ല നിഖില്, റോഷനാണ് ആദ്യം കണ്ടുപിടിച്ചത്. റോഷനിലേക്കാണ് ആദ്യം കഥ എത്തുന്നത്. റോഷൻ ഞങ്ങൾക്ക് ഇപ്പൊ അന്യ ഒരാളല്ലോ കേട്ടോ, ഞങ്ങളുടെ ഇവിടുത്തെ കൊച്ചായിപ്പോ. ഞങ്ങളുടെയും സ്വന്തമാണ്. ഞങ്ങള് റോഷനോട് ആദ്യം കഥ പറയും. റോഷന് ഒരു കഥ ഫോമായി, നമ്മൾ സ്ക്രിപ്റ്റ് 1 ലൈൻ ഓൾമോസ്റ്റ് ഫോം ആയപ്പോഴേ റോഷനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ റോഷൻ അപ്പോൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ കേട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം
എപ്പോഴും ഇങ്ങനെ വിശാഖ് റോഷൻ കോമ്പിനേഷൻ ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരും ചൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ടൈമായിരുന്നു. റോഷനോട് ആദ്യം ഞാനൊരു 10 മിനിറ്റ് കഥയുടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു, എന്നിട്ട് പറയും ഇനി കേൾക്കണോ റോഷൻ, ഇനി എന്തായാലും കേൾക്കണം. അവിടെ നിന്നാണ് പിന്നെ കംപ്ലീറ്റ് കഴിഞ്ഞു. റോഷനോട് പറഞ്ഞു ഇത് ഞാൻ ചെയ്യും, ഇത് നിങ്ങൾ കൈവിട്ട് കളയരുത്, ഇത് എന്തായാലും ചെയ്യണമെന്ന് റോഷൻ ഒരു ഇത് തന്നു. നെക്സ്റ്റ് ഡേ വിശാഖിനെ മീറ്റ് ചെയ്തു. വിശാഖും അന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾക്കും ഒരു ഓക്കെ, രണ്ടുപേര് ഞങ്ങൾക്ക് വേണ്ട രണ്ടുപേര് ഞങ്ങൾക്ക് കിട്ടി. എങ്ങനത്തെയൊക്കെ ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റ് ചെയ്യാനാണ് ഇഷ്ടം? ഏത് ടൈപ്പ് ഓഫ്? മെയിൻലി ഞാനൊരു പൊളിറ്റിക്കലി ഭയങ്കര കോൺഷ്യസ് ആണ്. അപ്പോൾ എനിക്ക് പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ചരിത്രം ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എപ്പോഴും ബാക്കോട്ട് ചിന്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പിന്നോട്ട് പോവാം, എന്താണ് അവിടെ നടന്നതെന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും. ഒത്തിരി നേരം എടുക്കും അങ്ങനത്തെ സ്ക്രിപ്റ്റ് എഴുതും. അങ്ങനെ ഒന്ന് എഴുതിയത് ഏതാണ്ട് ഒരു 4 വർഷം എടുത്തിട്ടാണ്, കാരണം അത്രയും റിസർച്ച് ചെയ്യേണ്ടി വന്നു. അതൊരു 30-50 കാലഘട്ടത്തിൻ്റെ ഒരു റീക്രിയേഷൻ ആണ്. നമ്മൾ എഴുതി വെച്ചിട്ടുള്ളൂ, ഫുൾ ഫോമാണ്, സ്ക്രിപ്റ്റ് ബൗണ്ടാണ്. പക്ഷേ അത് ഭയങ്കര നമ്മളൊരു ആഗ്രഹമാണ് അങ്ങനത്തെ. അങ്ങനെയൊക്കെ ഒരു പിക്ചർ വരാനായിട്ടല്ലേ. പിന്നെ ബാക്കി ആരൊക്കെയായിരുന്നു എൻ്റെ ആർട്ടിസ്റ്റ്? വിശാഖ്, പിന്നെ ഷമ്മി ചേട്ടൻ, ഷമ്മി തിലകൻ, സഖാവ് നരേന്ദ്രൻ എന്നുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ സഖാവ് നരേന്ദ്രൻ ആൾക്കാരുടെ ഇടയിൽ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു. സഖാവ് നരേന്ദ്രനും ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഇതിൽ നായകൻ്റെ അച്ഛനായിട്ടാണ് ഷമ്മി ചേട്ടൻ ചെയ്തത്. വിശാഖിൻ്റെ പിന്നെ ഉള്ളത് നായികയുടെ ദൃശ്യയുടെ അച്ഛനായിട്ട് ചെയ്ത അശോകൻ ചേട്ടനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ജയപ്രകാശ് കുളൂർ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പുതുമുഖങ്ങളാണ്. നമ്മളും പുതുമുഖങ്ങളാണ്. മാക്സിമം പുതിയ ആൾക്കാർ വരണം. നമ്മളോട് വന്നിട്ടുള്ള പല പുതുമുഖങ്ങളും നമ്മൾ മാക്സിമം അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെയും ഒരു ആഗ്രഹം അതൊക്കെയാണ്. പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചക്രപാണി എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാനായിട്ടൊരു ക്യാരക്ടർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് പുള്ളി ഫോൺ ചെയ്ത് പറയുന്നത് എനിക്ക് റോട്ടിൽ കൂടെ പോകുമ്പോൾ ആൾക്കാർ ചക്രവാണി എന്ന് വിളിക്കുന്നടോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നമുക്കൊരു പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവർക്കൊരു റെക്കഗ്നിഷൻ കിട്ടുന്നു എന്ന് കാണാം. ഇനി നമുക്ക് ഡയറക്ടറെ കുറിച്ച് ഒന്ന് പറയണം. ശിവറാം മണി ട്രിവാൻഡ്രത്തുകാരനാണ്. ശിവ ഒരു 15 വയസ്സുള്ള മുതൽ ഷോർട്ട് ഫിലിമുകൾ എടുത്തു തുടങ്ങിയിട്ടുള്ള ഒരാൾ. അന്നേ അവാർഡ് വിന്നിങ് ഷോർട്ട് ഫിലിമുകൾ, നാഷണൽ അവാർഡ് വിന്നിങ് ഡോക്യുമെൻ്ററീസ്, അങ്ങനെ ഒരു ആഡ് ഫിലിം ഡോക്യുമെൻ്ററി റീജിയണിൽ അവൻ നമ്മുടെ ഒരു കോളേജ് ലൈഫിൻ്റെതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിനുശേഷം കോളേജ് കഴിഞ്ഞതിന് ശേഷം ഇവൻ ആഡ്സും ഡോക്യുമെൻ്ററീസും ഒക്കെ ആയി ചെന്നൈയിലേക്ക് പോയി. അപ്പോൾ അതായിരുന്നു ശിവയുടെ ഒരു ഗ്രോത്ത്. ശിവ അങ്ങനെ എഡിറ്ററാണ് ബേസിക്കലി. അപ്പം ഒരു എഡിറ്റിംഗ് എപ്പോഴും മനസ്സിലുള്ള ഒരാളാണ്. നമ്മൾ തനിയൊരുവനിലേക്ക് തീം എഴുതാൻ വെല്ലും ടൈറ്റിൽ സോങ് എഡിറ്റ് ചെയ്ത് ശിവയാണ്. അപ്പം ശിവയ്ക്ക് ഒരു എഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതൊക്കെയാണ് ശിവറാം. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഭയങ്കര എന്താ പറയുക, നമ്മളൊരു മിനിറ്റ് വെറുതെ ഇരിക്കുന്ന ശിവയെ കണ്ടിട്ടില്ല. കാലൊക്കെ നമ്മൾ ഈ വീങ്ങി സെറ്റിലാണെങ്കിൽ പോലും ആ കാലും വെച്ച് ഇങ്ങനെ ഓടുന്ന കാണാം. നമ്മൾ എങ്ങനെ നിനക്ക് ഇത്രയും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു? പാഷൻ ഭയങ്കര. അതാണ്. പിന്നെ നിങ്ങളുടെ ഈ ക്യാരക്ടറിനെ കുറിച്ചും നിങ്ങൾ അതിനകത്ത് എത്ര ഹോംവർക്ക് ചെയ്തെന്നും അതൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ ആ ക്യാരക്ടറിനെ സ്റ്റഡി ചെയ്യാൻ നോക്കി. പിന്നെ ഞാൻ എൻ്റെതായ നോട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ തന്നെ ഞാൻ ഹിസ്റ്ററി ആയാലും നമ്മൾ ബേസിക്കലി ഇപ്പോൾ ചേച്ചിക്ക് അറിയാമല്ലോ, നമ്മളൊരു മൂവി ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ സ്റ്റഡി ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫിലിം കഴിയും തോറും സ്വന്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് ബെറ്റർ ആക്കാമായിരുന്നു. തീർച്ചയായും. കാരണം ഞാൻ ഒരു നല്ലൊരു ആക്ടറാണെന്ന് എനിക്കിപ്പോഴും ഒരു സംതൃപ്തി എനിക്കിപ്പോഴും വന്നിട്ടില്ല. അതാണ് ശരിക്കും ഒരു ഇത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെറുപ്പം തൊട്ടിട്ടേ സിനിമയെ സ്നേഹിച്ച് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്ന ഒരാളല്ല. ഒരുപാട് ഹോംവർക്ക്സ് ആയിട്ട് ബുക്കും പേപ്പറും ഒക്കെ ആയിട്ട് കൊടുക്കണം. അത് എഴുതി പഠിച്ച് ഒക്കെ വരുമ്പോൾ സമയമെടുക്കും. സോനുവോ? നമ്മൾ ചെല്ലുന്ന ടൈമിൽ ഇപ്പം ഞാൻ പറഞ്ഞ ശിവചേട്ടൻ എപ്പോഴും അടുത്ത് കാണും, ഇങ്ങനെ ചെയ്യണം നമുക്ക് ഓരോ സീന് മുന്നേ ആൾ കുറേ റിഹേഴ്സൽ പോകും, ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും ആളുടെ മനസ്സിലൊരു കാര്യമുണ്ട്, അത് നമ്മളെ കൊണ്ട് അങ്ങനെ ആക്കിച്ചിട്ടായിരിക്കും എല്ലാ ഡയറക്ടേഴ്സും ചെയ്യുന്ന മാതിരി തന്നെ ആ ഒരു കംപ്ലീറ്റ്. പിന്നെ ഇദ്ദേഹത്തിനാണെങ്കിൽ എഡിറ്റിംഗും കൂടെ ഉള്ളതുകൊണ്ട് ആ കംപ്ലീറ്റ് ഔട്ട്പുട്ട് മനസ്സിനകത്ത് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് ഹോംവർക്ക് ചെയ്ത അത് ആള് പറഞ്ഞു തരുമായിരുന്നു, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരുമായിരുന്നു. ദൃശ്യത്തെ നല്ലതായിട്ട് കണ്ണ് വരയ്ക്കുന്നുണ്ട്. ഡാൻസ് വല്ലതും ഉണ്ടോ? ഡാൻസ് വല്ലതും പഠിച്ചിട്ടുണ്ട്? ആ കണ്ണ് വരയ്ക്കുന്ന കാണുമ്പോൾ അറിയാമേ. പിള്ളേർ ഡാൻസ്, എന്ത് ഡാൻസ്? ഭരതനാട്യം? ഞാൻ ഭരതനാട്യം മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്? ഇല്ല, ഇപ്പൊ ഞാൻ പഠിക്കുന്നില്ല. കഴിഞ്ഞു? ഇല്ല, ഇപ്പൊ പഠിത്തത്തിന്റെ ആയാലും കുറച്ച് തിരക്കിലാണ്. സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അങ്ങനെയല്ല, ക്ലാസിക്കൽ ഡാൻസ് മെയിനായി കളിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നിർത്തല്ലേ? ഇല്ല, ഒരിക്കലും.
പിന്നെ ഇപ്പൊ നിർത്തിയതാ? അതിപ്പോ കുറച്ച് ബ്രേക്ക് എടുത്തതാ ചേച്ചി. ഒരു ചേഞ്ചിനല്ലേ? സോണു വല്ലതും പഠിക്കുന്നുണ്ട്? ഞാൻ പഠിക്കുന്നത് അക്കാഡമിക്സ് അല്ലാതെ ഞാൻ പ്രൊഫഷണൽ MC ആണ്, ആങ്കറിങ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഓക്കെ. അപ്പൊ ടിവിയിലൊക്കെ ചെയ്തിട്ടുണ്ട്? ടിവിയിൽ പ്രോഗ്രാംസ്, സ്റ്റേജ് പ്രോഗ്രാംസ്, വെഡിങ്, കോർപ്പറേറ്റ് ഈവൻറ്റ്സ് അതൊക്കെ ചെയ്യുന്ന പ്രൊഫഷണൽ MC ആണ് ഞാൻ. ഓ, ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പൊ നിങ്ങൾ ഭയങ്കര സ്ട്രെസ് ഒക്കെ എടുത്തല്ലേ, അപ്പൊ ഞാൻ ഇനി ഒന്ന് ഇച്ചിരി ആഹാരം വിളമ്പി തരട്ടെ? അല്ലെന്നുണ്ടെ തുറന്നു വെച്ചേച്ച് നാട്ടുകാർ എന്നോട് ചോദിക്കും എന്നെ ഇരുത്തിയേക്കുന്ന പിള്ളേരെന്നെ. അതുകൊണ്ട് ഞാൻ വിളമ്പിയേച്ച് നമുക്ക് ബാക്കി വിശേഷം പറയാം. ഇതിപ്പോ കൊഞ്ചല്ല, ഒന്നുമല്ല, ഇനി ഇന്ന് കഴിക്കുവേ. ഭീഷണിപ്പെടുത്തിയാണോ ഞാൻ കൊടുക്കുന്നത്? പേടിക്കാനൊന്നുമില്ല. എങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എന്നാ വിശേഷമൊക്കെ അതിന്റെ? ഓ, എനിക്ക് വേണ്ട. എനിക്ക് കോഴിക്കോട് നിന്ന് എന്നതേലും കൊച്ചിന്നോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നോ എന്നതേലും ഒക്കെ കൊണ്ടുവരാൻ മേലായിരുന്നു. ഒന്നും കൊണ്ടുവന്നില്ല അല്ലേ? കോഴിക്കോടുകാർക്ക് മീൻകറി ഭയങ്കര ഇതല്ലേ? അതാന്നല്ലേ കാലത്ത് ആന്നേലും ഒക്കെ മീൻകറി അല്ലേ എല്ലാത്തിന്റെ കൂടെ? മീൻകറി ഒരു പ്രധാന, ഞാൻ കേട്ടിട്ടുണ്ട് ബറോട്ടയുടെ കൂടെ തന്നെ മീൻകറി കിട്ടും അല്ലേ? മുളകിട്ട മീൻകറി, പൊറോട്ട. എരിവ് വേണം അല്ലേ? ഭയങ്കര എരിവാ? ഇല്ല, അങ്ങനെയില്ല. എന്നാലും മുളകിട്ട കറി എന്ന് പറഞ്ഞാൽ കോട്ടയംകാരനെ കറിയല്ലേ? ഏത് മുളകിട്ട കറി? ആ, പിന്നെ അയ്യോ, ചുമന്ന കളറിരിക്കുന്നത് കൊടംപുളിയൊക്കെ ഇട്ട് വെക്കുന്ന കറിയല്ലയോ? കൊടംപുളി ഇല്ല പിന്നെ എന്നാ? കോഴിക്കോട് കൊടംപുളി ഇല്ല. ഓ, മറ്റേ വാളപ്പുളി ഇടുമായിരിക്കും. എന്നാ ആണേലും പുളി ഇട്ടതല്ലേ? ചുമന്ന കറിയാന്നേ, ഒരു പുളി മാറ്റിയെന്നും പറഞ്ഞ് മാറുകയല്ല. നല്ലതാന്ന്, സൂപ്പർ ആയിട്ടുണ്ട്. മീൻകറി ഇഷ്ടമല്ലാത്ത ആർക്ക് മീൻകറി ഇഷ്ടമായി? ഞാൻ മീൻകറി ഇഷ്ടമല്ല പറഞ്ഞില്ലല്ലോ. ഇഷ്ടമല്ല. അല്ല, കൊഞ്ച് ഇഷ്ടല്ലേ? അങ്ങനെ അല്ല, പ്രോൺസ് ഇഷ്ടം. ദൃശ്യക്ക് സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ? ചേച്ചിയോ? ഒരു അനിയനുണ്ട്. എന്നാ ചെയ്യുക? അവൻ 6th. ഓക്കെ. ഈ കെന്നി എന്നാ പറയുന്നത്? അടുത്ത സ്ക്രിപ്റ്റ് നിങ്ങൾ ഒരുമിച്ചാണോ ചെയ്യുന്നത്? തീർച്ചയായും ഞങ്ങൾ ഒരുമിച്ചാണ്. അതേപോലെ ഇപ്പം നിഖിൽ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ പൊളിറ്റിക്സും ഹിസ്റ്ററിയും ഒക്കെ പുള്ളിക്ക് ഇഷ്ടമാണ്. പൊളിറ്റിക്സ് ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു ഏരിയയാണ്, പൊളിറ്റിക്സും ചരിത്രവും. അപ്പൊ ഈ ക്യാമ്പസ് ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ? ക്യാമ്പസ് ഞങ്ങൾ രണ്ടുപേരും കോയമ്പത്തൂർ പഠിച്ചവരാണ്. അപ്പം കോയമ്പത്തൂരിലെ ക്യാമ്പസ് പൊളിറ്റിക്സുകളില്ല, സോഫ്റ്റ് ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു വ്യാഴാഴ്ച ആകുമ്പോഴേക്കും മെല്ലെ ബാഗ് പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോരും. ഞങ്ങൾക്ക് ഈ പച്ച മാറണം, കേരളത്തിലേക്ക് തിരിച്ചു വരാന്നുള്ളൊരു തല്ലും വഴക്കും ബഹളവും ഒക്കെ വെക്കാനൊക്കത്തുള്ളൂ. അതിന് പൊളിറ്റിക്സിനോട് ഇത്ര ഇഷ്ടം? ഹിസ്റ്ററി ഓക്കെ കേട്ടിട്ടുണ്ട്, പൊളിറ്റിക്സ്? എൻ്റെ ഫാമിലി അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. സോ PK ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞു. സോ ഹി വാസ് വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. സോ അതിന്റെ വായിച്ച് കേട്ട് അങ്ങനെ ഒരുപാട് അതാണ്. അതുകൊണ്ട് പൊളിറ്റിക്സിനോട് ഇത്ര ഇഷ്ടം. അതങ്ങനെയാ, ചെറുപ്പം മുതലേ നമ്മളിത് കേട്ട് കേട്ട് കേട്ട്. ഒന്നാമത് അച്ഛമ്മ ആ കാലത്ത് ഒരു ഫ്രീഡം ഫൈറ്റർ വൈഫ് എന്നുള്ളൊരു സ്ട്രഗിൾ അനുഭവിച്ചൊരു സ്ത്രീയാണ്. അപ്പം അവിടെ നിന്നും കേൾക്കുന്ന നമ്മൾ ഒരുപാട് കഥകളിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ഒരു ദേശസ്നേഹവും രാഷ്ട്രീയം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ബേസ്. ഇപ്പം നമ്മുടെ ഇതിനകത്ത് തന്നെ പൊളിറ്റിക്സ് എന്തോരം കുഴപ്പം പിടിക്കുന്നത്, അതിനൊക്കെ ശരിയാക്കണ്ടേ? ശരിയാക്കണം, തീർച്ചയായും. ത്രൂ സിനിമാസ് മെസ്സേജസ് കൊടുക്കാനൊക്കത്തില്ലേ? പറ്റും, തീർച്ചയായും. രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറയാൻ നിഖിലിന്റെ? എൻ്റെ കാഴ്ചപ്പാട് ഒരു എന്താ പറയുക, നമ്മളൊരു എൻ്റെ അച്ഛൻ, എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് ലൈക്ക് നീ നിൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യൂ, നീ നിൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ചെയ്യൂ, നീ ഒന്നും പ്രതീക്ഷിക്കാതെ നീ ചെയ്യൂ. അത് നീ ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവനെ ദ്രോഹിക്കാത്തടത്തോളം നിനക്കത് ചെയ്യാം. ഇപ്പം ഈവൺ ഇഫ് ഈസ് എ പാർട്ടി മെമ്പർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളാണെങ്കിൽ പോലും നിനക്ക് അമ്പലത്തിൽ പോകണോ, നീ പൊയ്ക്കോ എന്ന് പറയും. പക്ഷേ നീ അത് മറ്റൊരാളെ ദ്രോഹിക്കാത്തടത്തോളം നിനക്ക് പോവാം. നീ അതിന് ദ്രോഹം ഉണ്ടാവാതായി. പക്ഷേ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. ഇപ്പൊ തന്നെ ഒരു ഇഷ്യൂ വന്നാലും അതെ വന്നുള്ളൂ. അതെ, അതിനെപ്പറ്റി എന്നാ പറയുക? ഇല്ല, ഞാൻ കുറച്ചും കൂടെ അതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ഞാനിപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോകും, അത്രേ ഉള്ളൂ. അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഞാനതിൽ അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്നവനാ ഇവനെന്തിനാ അമ്പലത്തിൽ വന്നതെന്ന് തോന്നാത്തടത്തോളം ആസ് ഫാർ ആസ് അയാൾ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നോ അത് മാത്രം നോക്കിയാൽ മതി. പാർട്ടിക്ക് വേണ്ടിയല്ല, അയാൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു. അല്ല, ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അപ്പനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതാളാന്ന് പറഞ്ഞു. ശരിക്കും എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഈശ്വര വിശ്വാസം ഇല്ലാതായതും ഈശ്വരനിൽ നിന്നും അകന്നു പോയത്? ഈശ്വരൻ അകന്നു പോയത് എന്താന്ന് ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് ഇപ്പം എൻ്റെ അച്ഛമ്മയോട് ചോദിച്ചാൽ അച്ഛമ്മ പറയുന്നത് ഞങ്ങളോട് പോകണ്ടെന്നൊന്നും പറയാറില്ല, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയിക്കോ. അപ്പം അതിനോട് എതിരില്ല.
ഒന്നും പിടിച്ചു വെക്കുകയോ ഒന്നും അടക്കി പിടിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ പോകുന്നില്ല, അതെൻ്റെ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എല്ലാം പാർട്ടിക്ക് പാർട്ടിയാണ്. അന്ന് ആ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യം ആ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് ആ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ കുറച്ച് റൂൾസ് വന്നാലേ എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആയി നിൽക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. സോണു ഭയങ്കര എന്നാ പറയുക ബബ്ലി തോന്നുന്നേ, ഭയങ്കരമായിട്ട് തന്നെ എപ്പോഴും ചിരിച്ചിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടികളോടൊക്കെ ബിഹേവ് ചെയ്യുന്ന മാതിരിയല്ലേ. ഞാൻ കഴിച്ചോ? ഞാൻ കഴിച്ചു. CA പഠിക്കുന്ന കൊച്ചാലോചിക്കേ. ആങ്കർ ചെയ്യുമ്പോ സ്റ്റേജ് കയറുമ്പോ ഇങ്ങനെയാണോ അതോ ടോട്ടലി മാറുമോ? അയ്യോ, ടോട്ടലി മാറും. ഇതേ അല്ല, ഇത്ര ഷൈയും ഇത്ര റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ആങ്കർ ചെയ്യാനേ ഒക്കത്തില്ല. അതെനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ വേറെ ആളെ മാറും. അതെങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോ ചേച്ചി ഹലോ മൈക്ക് ചെക്ക് 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 1 2 3 പറഞ്ഞിട്ടൊക്കെ തുടങ്ങും. എന്നിട്ടാണ് ഇവിടെ കയറി ഇങ്ങനെ പതുങ്ങി മിണ്ടാതിരിക്കുന്നേ. ഒരു കാര്യം ചെയ്യും, മാച്ച് ബോക്സിന്റെ ഒരു പ്രൊമോഷൻ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? അതെന്താ ഇവിടെ ആണെങ്കിൽ സ്റ്റേജും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ വീട്ടിനകത്ത് ഒരു അടുക്കള മൈക്ക് വേണോ? ഞാൻ ചപ്പാത്തി വരുത്തുന്ന വല്ലതും മൈക്കായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഈ സിനിമയെ പറ്റി ഒരു നല്ലൊരു പ്രൊമോഷൻ കൊടുക്കൂ ഒരു ആസ് ആൻ ആങ്കർ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇരിക്കുന്നത് ആനീസ് കിച്ചണിലാണ്. ആനീസ് കിച്ചൺ ഞങ്ങളുടെ മാഷ് ബോക്സ് തമ്മിൽ ഒരുപാട് അടുത്തൊരു ബന്ധമുണ്ട്. കാരണം ആനീസ് കിച്ചണിൽ കുക്കിംഗ് ചെയ്യണമെങ്കിൽ ഒരു ഫയർ വേണം, ആ ഫയറിന് ഒരു മാഷ് ബോക്സ് വേണം. ഞങ്ങളുടെ കയ്യിലുമുണ്ട് ഒരു മാഷ് ബോക്സ്. ഈ മാഷ് ബോക്സിൽ തീപ്പെട്ടി കൊള്ളികൾ മാത്രമല്ല, പകരം ഒരുപാട് സ്നേഹം, ഒരുപാട് ഫ്രണ്ട്ഷിപ്പ്, ഒരുപാട് ഫാമിലി കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ ഒത്തൊരുമിച്ച് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു മാഷ് ബോക്സ് ആണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് തന്നു, നിങ്ങൾ എല്ലാവരും അത് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ മാഷ് ബോക്സ് തരാൻ പോകുന്നത് വീട്ടമ്മമാരുടെ കയ്യിലാണ്. നിങ്ങൾ ഇത് ഏറ്റുവാങ്ങണം, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കൊടുക്കണം, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം, മക്കളുടെ കൂട്ടുകാർക്ക് കൊടുക്കണം. ഇത് നിങ്ങൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് മാച്ച് ബോക്സ് കാണാം. ഞങ്ങളുടെ ഈ കൊച്ചു മാച്ച് ബോക്സിനെ നിങ്ങൾ വലിയൊരു മാച്ച് ബോക്സ് ആയിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കണം. അതാണ് മാച്ച് ബോക്സ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ പറഞ്ഞോട്ട് അപ്പം മോൾ ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കുമല്ല? അല്ല, ബുക്സ് അങ്ങനെ എനിക്കിഷ്ടം ആരെങ്കിലും കൊള്ളാമെന്ന് പറയുന്ന ബുക്സ് ആണെങ്കിൽ അത് വായിക്കും. വായനയൊക്കെ അങ്ങനെ ഒരുപാടൊന്നും ഉള്ള കൂട്ടത്തിലല്ല. പക്ഷെ എന്തെങ്കിലും ഇത് കിട്ടിയപ്പം എനിക്ക് എവിടോ ഒരു ദൈവാനുഗ്രഹം ഉണ്ട് പെട്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട്. അതേ ഉള്ളൂ. അല്ല, ദൈവം തരുന്ന ഓൺ സ്പോട്ട് അതാണ്, പെട്ടെന്ന് വേർഡ്സ് വായിൽ ദൈവം തരുന്നു. ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് എവിടെയായിരുന്നു? ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് ലുലു മോളിൽ. ഓക്കെ, അപ്പൊ പേടിയൊന്നും തോന്നിയില്ല? അത് കുറെ കുഞ്ഞു പിള്ളേരുടെ പരിപാടിയായിരുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് അവരുമായിട്ട് സിങ്ക് ആവാൻ പറ്റിയോണ്ട് പേടിയില്ലാണ്ട് ചെയ്തു. പിന്നെ വേറെ ഷോസ് ഒക്കെ ചെയ്തു തുടങ്ങി. ഓക്കെ, അപ്പൊ പ്രശ്നമില്ല. ഇല്ല. ഇപ്പൊ ശരിക്കും സ്റ്റേജ് ഷോസ് ചെയ്യുന്ന ആങ്കേഴ്സിന് ഒരുപാട് മേക്ക് ഓവേഴ്സ് വേണം എന്നൊക്കെ പറയും. അപ്പം അതനുസരിച്ച് സോണു മേക്ക് ഓവേഴ്സ് ചെയ്യാറുണ്ട്? മേക്ക് ഓവേഴ്സ് ഇൻ ദ സെൻസ് ചാനൽ പ്രോഗ്രാം ആണെങ്കിൽ മാത്രം കുറച്ച് മേക്ക് ഓവേഴ്സ് ഉണ്ട്. അല്ലാതെ ഞാൻ എടുക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന, എനിക്ക് ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം ഇടാൻ പറ്റുന്ന, എനിക്കിഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജസ് ഒക്കെ ഞാൻ എന്നാലേ നമുക്ക് വർത്താനം അപ്പൊ വർത്താനം പറയാൻ പറ്റുന്നവർക്കൊക്കെ ആങ്കർ ചെയ്യാൻ പറ്റും. എവിടെ എന്തായാലും പറ്റും. ഒരു കാര്യത്തിനെ കുറിച്ച് നിർത്താണ്ട് സംസാരിക്കാൻ, പിന്നെ ആ സംസാരിക്കുന്ന കാര്യം കേൾക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ആർക്കും ആങ്കറിങ് ചെയ്യാൻ പറ്റും. ശരിക്കും നിഖിൽ പാടുമല്ലേ? നല്ലതായിട്ട് പാടാം. അതാണ് അവസ്ഥ. ഇപ്പൊ ഈ പ്രൊമോഷന് പോയി ഇതാണ് ഇപ്പൊ പാട്ടാണോ എല്ലായിടത്തും പാടുക. ഒന്ന് പാടുക. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകിവ, ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. നിഖിൽ, ഇതേപോലത്തെ സിനിമയൊക്കെ ഇല്ല, ഇതൊക്കെ 80s 90s ഒക്കെ ഉള്ള സിനിമയാന്ന് തോന്നുന്നത്. ഇതേപോലത്തെ സിനിമ ഇപ്പം എഴുതാൻ പറ്റില്ലേ? ഇങ്ങനത്തെ സിനിമ നമുക്ക് ഇപ്പത്തെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന സിനിമാസ് പറ്റേണ്ടതാണ്. കാരണം പറ്റും. ഒന്നാമത്തെ കാര്യം നിഖിലിന് ഹിസ്റ്ററിയും ഒക്കെ ഭയങ്കര ഇഷ്ടം, പഴമയോട് ഭയങ്കര ഇഷ്ടം, അതായത് ബാക്കിലോട്ട് പോകാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ചോദിക്കുക, അങ്ങനത്തെ ഒക്കെ ഫിലിംസ് നമുക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഞാൻ എവിടെയോ ഒരു വായിച്ചിട്ടുണ്ട് അങ്ങനെ. ഇപ്പം പറഞ്ഞു പോയ കഥകളാണെങ്കിലും അത് നിങ്ങൾ പറയാത്തടത്തോളം, ഇപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന കഥയാണ്, അത് പുതിയൊരു കഥയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ പഴയ കഥകൾ നമുക്ക് വീണ്ടും
ഉണ്ടാവാൻ സാധിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാ പക്ഷെ എനിക്കൊന്ന് മാച്ച് ബോക്സിനകത്തും ഈ പറഞ്ഞ കൂട്ട് കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇപ്പൊ പാടിയ പാട്ടിൽ തന്നെ ആ പടമൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര സ്വീറ്റ് മെമ്മറബിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ്. അതേപോലത്തെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ട്രൈ ചെയ്യണേ. തീർച്ചയായും. എന്നാലും മാച്ച് ബോക്സിന്റെ വിശേഷങ്ങൾ ഒരുപാട് പറഞ്ഞു, പടം ഹിറ്റാണ്. ഇനിയും അത് എന്താ പറയാ ഒരുപാട് ദിവസങ്ങൾ ഓടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതിന് വീട്ടമ്മമാർ ഇപ്പൊ സോണു പറഞ്ഞ പോലത്തെ ഒരു പ്രൊമോഷൻ ഈ കൊച്ചു പിള്ളേരുടെ പടം ഒന്ന് കണ്ട് നമ്മളെല്ലാവരും അവരുടെ കൂടെ നിന്നിട്ട് ഒരു ഫസ്റ്റ് ആദ്യമായിട്ടല്ലേ നിഖിൽ എഴുതിയ സ്ക്രിപ്റ്റ് നിഖിലിന് വേണ്ടിയ ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. എല്ലാ ബെസ്റ്റ് വിഷസും നിങ്ങളുടെ മാച്ച് ബോക്സിന്. പിന്നെ ഇവിടെ വന്ന എല്ലാ കഥകളും പറഞ്ഞ വിശേഷങ്ങൾ പറഞ്ഞ് ഇച്ചിരി പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഫുഡ്. ഇഷ്ടായി അല്ലേ? ഇഷ്ടായി. ഓക്കെ. എന്തായാലും ഒരു കാര്യമുണ്ട്, നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയാൻ, നമുക്ക് ഒരുപാട് എപ്പിസോഡുകൾ ഇനിയും പോകണം, ഒരുപാട് വിഭവങ്ങൾ കണ്ടെത്താനുണ്ട്. ഈ പറഞ്ഞ കൂട്ട് കൊഞ്ചിഷ്ടപ്പെടാത്ത പിള്ളേർക്ക് പോലും കണ്ടോ, കൊഞ്ചിഷ്ടമല്ല എനിക്ക് മീൻ ഇന്ന മീനൊന്നും ഇഷ്ടമല്ല എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞു. പക്ഷെ ഈ മീൻ ആർക്കായാലും ഇഷ്ടപ്പെടാം. തലമുറകൾ വേണം എന്നൊന്നുമില്ല, അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കൊച്ചു പിള്ളേർക്കോ എന്നൊന്നുമില്ല, എല്ലാവർക്കും കഴിച്ചു നോക്കാവുന്നേ ഉള്ളൂ.